നമസ്കാരം. ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി സർക്കാർ 2021 മദ്യ എക്സൈസ് നയത്തിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സ്റ്റോർ ഓപ്പറേഷൻ ലൈസൻസ് നൽകുന്നതിനൊപ്പം സർക്കാർ ഉടമസ്ഥയിലുള്ള മദ്യശാലകൾ നിർത്തലാക്കുന്നതും നിയമപരമായി മദ്യപാന പ്രായം 25 നിന്ന് 21 വയസ്സായി കുറയ്ക്കുന്നതും ഉൾപ്പെടെ മാറ്റങ്ങൾ ഡൽഹി സർക്കാർ കൊണ്ടുവന്നു. ഡൽഹിക്ക് പുറത്തുള്ള പ്രദേശങ്ങളിൽ വില നിർണ്ണയവും വിൽപ്പന പ്രകടനവും പോലുള്ള ഘടകങ്ങൾ കണക്കിലെടുത്ത് മദ്യ ബ്രാൻഡുകൾക്ക് ഏർപ്പെടുത്തിക്കൊണ്ടിരുന്ന പ്രത്യേക രജിസ്ട്രേഷൻ മാനദണ്ഡവും ഇതിൽ എല്ലാം കൂട്ടിച്ചേർത്തു. 849 സ്വകാര്യ വെണ്ടർമാർക്ക് ലൈസൻസ് അനുവദിച്ചുകൊണ്ട് ഡൽഹി സർക്കാർ മദ്യത്തിന്റെ ചില്ലറ വിൽപ്പനയിൽ നിന്ന് പിൻവാങ്ങി. എന്നാൽ നയം നടപ്പിലാക്കുന്നതിന് തൊട്ടു പിന്നാലെ ലൈസൻസ് പ്രക്രിയയിൽ അഴിമതിയും ഒരു വലിയ തോതിൽ തട്ടിപ്പും നടന്നുവെന്ന് പ്രതിപക്ഷം തന്നെ കണ്ടെത്തുന്നു, അതായത് BJP കണ്ടെത്തുന്നു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന പുതിയ എക്സൈസ് നയത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുന്നു. ഉന്നത ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBIക്ക് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നു. ഇതിനിടയിൽ ഡൽഹി സർക്കാർ എക്സൈസ് നയം റദ്ദാക്കുന്നു. 2022 ഓഗസ്റ്റിൽ എക്സൈസ് നയത്തിന്റെ വിവിധ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉൾപ്പെടെ 15 പേർക്കെതിരെ CBI കേസെടുക്കുന്നു. അതോടെ സിസോദിയെ 2023 ഫെബ്രുവരിയിൽ CBIയും തുടർന്ന് 2023 മാർച്ചിൽ EDയും അറസ്റ്റ് ചെയ്ത് അത് നാടകമായ ഒരു സംഭവം തന്നെ അരങ്ങേറി. അങ്ങനെ ഡൽഹിയുടെ ആം ആദ്മി പാർട്ടി സർക്കാർ അഴിമതി മാറ്റും, അഴിമതിയെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ് ചൂലാണ് നമ്മുടെ ചിഹ്നമെന്ന് വിളിച്ചു കൂപ്പിക്കൊണ്ട് രാംലീല മൈതാനത്ത് രഘുപതി രാഘവ രാജാറാം എന്ന പാട്ടും പാടി അണ്ണാ ഹസാരെ ഉൾപ്പെടെ കൂട്ടിരുത്തിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ നാടകം അവിടെ വെച്ച് തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഡൽഹി ഗവർണർ സക്സേന പൊളിച്ചടുക്കുകയാണ്. സക്സേനയ്ക്ക് കിട്ടിയ ആ ഒരൊറ്റ പരാതിക്കത്ത് അതാണ് അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും നാശത്തിന് തുടക്കം കുറിച്ചത്. ഡൽഹിയെ തന്നെ പിടിച്ചു കുലുക്കിയ മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ CBI അടപടലം പൂട്ടിയിരിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഓഗസ്റ്റ് 8 വരെ നീട്ടുകയുണ്ടായി. മനീഷ് സിസോദിയ, BRS നേതാവ് K കവിത എന്നിവരുടെ കാലാവധിയും നീട്ടിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് CBIയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയും ഇടക്കാല ജാമ്യാപേക്ഷയും ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. കെജ്രിവാൾ അഴിമതി തടയാൻ എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചത് അവസാനമാണ് ഡൽഹി തന്നെ വിറപ്പിച്ചുകൊണ്ട് 100 കോടി രൂപയുടെ അഴിമതി കെജ്രിവാൾ നടത്തിയിരിക്കുന്നത്. അതായത് 100 കോടി രൂപ കെജ്രിവാൾ ഈ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കൈപ്പറ്റിയെന്ന് EDയും CBIയും ഡൽഹി ഹൈക്കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും വ്യക്തമായി അവർ തെളിവ് സഹിതം നൽകിയിരിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ നേരത്തെ ED അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം കെജ്രിവാളിന് ഒരു പരിഗണനയൊക്കെ നൽകി കോടതി ജാമ്യം അനുവദിച്ചു. പിന്നാലെ CBI അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുകയുണ്ടായിരുന്നില്ല. മദീന കേസിൽ ആദ്യം തന്നെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ സക്സേന CBIക്കാണ് കേസ് അന്വേഷിക്കാനായിട്ട് വിട്ടത്. അങ്ങനെ CBI ആണ് കേസെടുത്ത് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇതിൽ കള്ളപ്പണം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ED വന്ന് കേസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, സുപ്രീം കോടതി അടുത്തിടെ ED അറസ്റ്റ് ചെയ്ത കേസ് പരിഗണിക്കുന്ന സമയത്ത് കെജ്രിവാളിന് ജാമ്യം നൽകുകയുണ്ടായി. അതിൽ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, പറയാതെ പറഞ്ഞു, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്രയും വലിയൊരു കുംഭകോണ അഴിമതി നടത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് ഇനിയും ഡൽഹി പോലെയുള്ള ഒരു സ്ഥലത്ത്, ഒരു സംസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഭരിക്കുന്നത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഭാവിയിൽ വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് തന്നെ അതൊരു ചീത്തപ്പേരും അല്ലെങ്കിൽ തെറ്റായ ഒരു ദിശയിലേക്ക് പാർട്ടിയെ നയിക്കും എന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കസേരയെ രാജിവെച്ച് പോണമെന്ന് സുപ്രീം കോടതി തന്നെ നേരെ ഡയറക്റ്റായിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അരവിന്ദ് കെജ്രിവാളിനോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിനൊരു ഉളുപ്പില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതുവരെയും രാജിവെക്കാൻ തയ്യാറായില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.